welcome to my YouTube channel and this is such an exciting day for me. ഞാൻ വളരെയധികം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു പേഴ്സണാലിറ്റിയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ആൻഡ് ഈ ഒരു വളർച്ചയും ഈ ഒരു ലൈഫും there is so much that I know that all of us can take away from. So let me not give an introduction. Presenting you. I am Tovino Thomas and I am with Dhanya Verma. Thank you, Tovi, for coming on to the show. My pleasure. It has been a really kind gesture on your part. Tovi, ഈ ഷോയിൻ്റെ പേര് തന്നെ ആയമാണ്. ഞാനപ്പോൾ ഒരു വീഡിയോ കണ്ടു, നമ്മുടെ പൃഥ്വിയുടെ വീഡിയോ ആണ്. ആൻഡ് ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് വീഡിയോ. ആ വീഡിയോയിൽ പറയുന്നുണ്ട് മണവാളൻ വാസുവും ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതിൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ടോവി ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇഫ് ഐ സേ I am Manawalan Vasim. Okay. Okay. And you think about yourself as Vasim. Vasim or Vasim? Vasim. അങ്ങനെയാണെങ്കിൽ how far removed is Vasim from you as to know? 3 points. ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിലെല്ലാം എനിക്ക് എന്നെ തന്നെ ഇപ്പം എനിക്ക് എൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോഴേ ബേസിക് ആയിട്ടൊരു ക്യാരക്ടർ ഉണ്ട് എനിക്ക്. പക്ഷേ സീസണലി ചേഞ്ച് ചെയ്യും. ബേസിക് ക്യാരക്ടർ മാറില്ല. പക്ഷേ മേ ബി ഞാൻ ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്ന രീതി മാറാം. ചിലപ്പോൾ അത് അങ്ങനെ ഒരു എവല്യൂഷൻ വേണ്ട. ഞാനിങ്ങനെ ബേസിക് ഇങ്ങനെയാണ്, ഞാൻ ഒരിക്കലും മാറൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇവിടുന്ന് എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം എൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഇതെല്ലാം കൂടുന്ന, അതായത് അങ്ങനെ ഒറ്റ വരിയിൽ എഴുതാൻ പറ്റില്ല എൻ്റെ ക്യാരക്ടർ. ടോവിനോ തോമസ് ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയും ഞാൻ വസീമിൻ്റെ അതേ ഞാൻ പറഞ്ഞത്, വസീം എന്ന് പറയുന്നത് എൻ്റെ മറ്റൊരു വേർഷൻ. വസീമിൻ്റെ ഒരു 3 സ്റ്റേജസ്. അത് പ്ലേ ചെയ്യുന്ന സമയത്ത് മൂസിനും റഹ്മാനും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നതും 3 ഡിഫറെൻറ്റ് ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന പോലെ ചെയ്യണം. പക്ഷേ ആ ബേസിക് ക്യാരക്ടർ അങ്ങനെ തന്നെ നിർത്തണം. വസീം ആദ്യം ഒരു പോക്കരി ചെറുക്കനാണ്. ഫസ്റ്റ് ഉള്ള ഒരു പയ്യൻ. എനിക്കും അങ്ങനെ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മെച്ചുവേർഡായിട്ട് ദുബായിൽ നിന്നൊക്കെ വരുന്ന സംസാര രീതി തന്നെ മാറും. ആദ്യം ആ കല്യാണിയുടെ ക്യാരക്ടറിനോട് സംസാരിക്കുന്ന സമയത്ത് ഫുൾ നെർവസ് ആയിട്ടും ചമ്മലായിട്ടും എന്നാൽ പുറത്ത് ഇടിക്കാരനാണ് പുള്ളി. പക്ഷെ പ്രണയത്തിൻ്റെ കാര്യം വരുന്ന സമയത്ത് വസീം ഭയങ്കര നെർവസൊക്കെയാണ്. അതെ, അത് അങ്ങനത്തെ കുറേ ആൾക്കാർ എനിക്കറിയാം. ഭയങ്കര ഇടിക്കാരൊക്കെയാണ്. പക്ഷെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ മുമ്പിൽ വരുമ്പോൾ പ്രണയം വിവശരായി പോകുന്ന ആൾക്കാർ എനിക്കറിയാം. അങ്ങനെ ഒരാളാണ്. സെക്കൻഡിൽ വരുമ്പോഴത്തേക്കും കുറച്ചു കാലം കമ്പനി അടിച്ചവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനും മാത്രമുള്ള പക്വതയൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. മൂന്നാമത്തേൽ വരുമ്പോഴത്തേക്കും ഇവൻ ഒരു ജീവിതത്തിൽ അവനുണ്ടായിട്ടുള്ള അനുഭവങ്ങളും എല്ലാം കൊണ്ടും അവൻ ഇച്ചിരി ഒതുങ്ങുകയല്ല, അവൻ ഒരു ഇച്ചിരി മനസ്സിൻ്റെ ഉള്ളിൽ അവൻ ഒരു റിബലായിട്ട് അവനെ തന്നെ സങ്കല്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ 3 സമയത്തും മേ ബി അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഇവൻ ആദ്യത്തെ പോക്കരി ചെറുക്കൻ തന്നെയാണ്. ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ അവനിടുന്നൊരു ഷീൽഡാണ് എല്ലാം. അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും ക്ലോസ് ആൾക്കാരുടെ അടുത്ത് ഇവനെന്നും സെയിമാണ്. ഒരുപക്ഷെ ഞാനും അങ്ങനെയായിരിക്കാം. എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ എന്നും അങ്ങനെ തന്നെയാണ്. അല്ലാത്തപ്പോൾ ഞാൻ പല എക്സ്പീരിയൻസസും കൊണ്ടും ഒക്കെ നമ്മൾ അങ്ങനെ ഷീൽഡുകൾ വരും. അല്ല, അതായത് ആ ഷീൽഡ് ഇടുന്നത് എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാത്രമല്ല. ഞാൻ വല്ലതും പറഞ്ഞോ ചെയ്തോ ചുറ്റുമുള്ളവർ ഹേർട്ട് ആവാൻ പാടില്ലല്ലോ. ഞാൻ എൻ്റെ എന്താ പറയുക, ഞാൻ ഈ വളർച്ച നമ്മൾ മനസ്സിലാക്കണമല്ലോ. ചിലപ്പോൾ പണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഹേർട്ടാവാത്ത ആൾക്കാർ ഇന്ന് ഞാൻ പറഞ്ഞാൽ ഹേർട്ടാവും. അത് എന്നെ ആൾക്കാർ നോക്കിക്കാണുന്ന രീതി മാറും, പക്ഷെ ഞാൻ എന്നെ നോക്കിക്കാണുന്ന രീതി മാറില്ല. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഇവോൾവ് ചെയ്യണം. ഇപ്പോഴത്തെ ഒരു പൊസിഷനിൽ നിന്ന് നോക്കിയാൽ ഐ എം ജസ്റ്റ് ട്രൈങ് ടു തിങ്ക് ടോവിയുടെ സിറ്റുവേഷൻ, റോൾസ് ആർ ബീങ് റിട്ടൺ ഫോർ യു. ഓക്കെ, പലവരുടെയും ഭാവി, പലവരുടെ ലൈഫ്, അവരുടെ ഫ്യൂച്ചർ, ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ യു. ഓക്കെ, ഫിലിംസ് ആർ ബീങ് മെയ്ഡ് ബാങ്കിങ് ഓൺ ദ ഫാക്ട് ദാറ്റ് ഇത് ടോവിയാണ് ചെയ്യാൻ പോകണമെന്ന്. ഇത്രയും വലിയ ഒരു റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ റിസ്ക് അവേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. റിലേഷൻഷിപ്പ് യു ഹാവ് ടു വിത്ത് റിസ്ക് ടേക്കിംഗ്, അതെങ്ങനെ മാറിയിട്ടുണ്ട്? ഞാൻ ഒരു സമയത്ത് സക്സസ് ആണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ട്രാപ്പ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക്
സക്സസ് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് ഭയങ്കര കളക്ഷനും ഒക്കെയുള്ള ഒരു നല്ലൊരു സക്സസ് കിട്ടിക്കഴിഞ്ഞാൽ, നെക്സ്റ്റ് നമ്മൾ ബാങ്കബിൾ ആവുന്ന സമയത്ത് നെക്സ്റ്റ് സിനിമയിലും അതേ സക്സസ് നമ്മളുടെ സിനിമയ്ക്ക് ഉണ്ടാവും എന്ന് ചുരുങ്ങിയ പക്ഷെ നമ്മുടെ പ്രൊഡ്യൂസറെങ്കിലും പ്രതീക്ഷിക്കും. അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. കാര്യം ഹീസ് മൈ എംപ്ലോയർ. അപ്പോൾ അതിന് ചില സമയത്ത് നമുക്ക് ഫോർമുല സിനിമകൾ ചെയ്യാൻ തോന്നും. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കുന്നത് ഇച്ചിരി കുറയും. കാര്യം നമുക്കറിയാം ഇത് വർക്കായി, ഓക്കെ, ഇതേപോലെ സിനിമകൾ പിന്നെയും ചെയ്യാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനൊരു പുഷ് നമുക്ക് ടീമിൻ്റെ എല്ലാവരെയും ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ അല്ലെങ്കിൽ ചുറ്റും പറഞ്ഞ് നീ സക്സസ്ഫുള്ളാണ്, നിനക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഈ ബാങ്കബിലിറ്റി അത് നഷ്ടപ്പെടുത്തരുത്, അതാണ് ഇതാണെന്നൊക്കെ പലതും പറയും. അപ്പോൾ നമ്മൾ ഓക്കെ എന്നാൽ റിസ്ക് എടുക്കണ്ട എന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിനേക്കാൾ വലിയൊരു റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. ഞാനൊരു സിനിമ പ്രേമിയാണ്, ഞാനൊരു ബിസിനസ്മാൻ അല്ല, എനിക്കറിയില്ല ബിസിനസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനൊരു സിനിമാ നടനാണ്. ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ പൊട്ടൻഷ്യൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുകയും എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യുകയും എൻ്റെ ഒരു നല്ല കാര്യമായിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയാണ്. കാര്യം എനിക്ക് അങ്ങനെ ഒരു പേരുകളും ഉണ്ടായിരുന്നില്ല. ഐ മീൻ ഇവൻ ചെയ്യുന്ന സിനിമകളിൽ ഇവൻ നായകനാവോ വില്ലനാവോ സഹനടനാവോ കൊമേഡിയനാവോ ഇതൊന്നും ആൾക്കാർക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഞാൻ റിസ്ക് എടുത്തത് എൻ്റെ പ്രഡിക്റ്റബിലിറ്റി വെച്ചിട്ടാണ്. എൻ്റെ പ്രഡിക്റ്റബിലിറ്റി പോയിട്ട് ബാങ്കബിലിറ്റി വന്നു. അപ്പോൾ എൻ്റെ സിനിമ ഞാൻ ഒരേപോലുള്ള ക്യാരക്ടേഴ്സ് ചെയ്താലും എൻ്റെ സിനിമ ഇപ്പോൾ ക്രിട്ടിക്കലി അക്ലെയിംഡ് അല്ലെങ്കിൽ പോലും എൻ്റെ പ്രൊഡ്യൂസർ ബാങ്ക്രപ്റ്റായി പോകില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പ് വന്നു. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, പക്ഷെ ഞാനിപ്പോൾ എന്താണ് എൻ്റെ ഇപ്പോഴത്തെ റിസ്ക് എന്ന് പറഞ്ഞാൽ അത് ആപേക്ഷികമാണ്. ഞാൻ എൻ്റെ അൺപ്രഡിക്റ്റബിലിറ്റി റിസ്ക് ചെയ്യുന്നില്ല, അപ്പോൾ ഞാൻ റിസ്ക് എടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം അപ്പുറത്ത് എൻ്റെ ബാങ്കബിലിറ്റി കൂട്ടാൻ ഉള്ള അങ്ങനെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും പ്രൊഡ്യൂസർമാർ ടൊവിനോട് സിനിമ ചെയ്തിട്ട് ബാങ്ക്രപ്റ്റായി പോയെന്ന് പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഇല്ല. ചിലപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള ശമ്പളമേ മേടിക്കുകയുള്ളൂ. ഇപ്പോൾ ഡിയോ ഫ്രണ്ടിന് മേടിച്ചിരിക്കുന്ന ശമ്പളമല്ല ഞാൻ തല്ലുമലയ്ക്ക് മേടിച്ചിരിക്കുന്നത്. രണ്ടും ഒരേ പ്രൊഡ്യൂസറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സമീർഗ ഷാജിക്കൊക്കെ ആദ്യം പണിക്കാശ് കിട്ടുള്ളൂ, നല്ലൊരു പടം ചെയ്യാം എന്നാ പറഞ്ഞത്. പണിക്കാശ് കിട്ടും, നല്ലൊരു പടം ചെയ്യാം, അതായത് പ്രൊഡ്യൂസറെ ബാങ്ക്രപ്റ്റ് ആക്കാതെ നമുക്ക് നല്ലൊരു സിനിമ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അല്ലാതെ ആ സിനിമ നമ്മൾ ചെയ്തത് ഇവിടുത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയുള്ള സിനിമകളും ചെയ്യാനായിട്ട് ഇവിടെ ആരെങ്കിലുമൊക്കെ വേണ്ടേ. ടോബി, ഞാനൊന്ന് പാസ്റ്റ് ടെൻസിലേക്ക് പോവാണേ. 2012 ഒക്ടോബർ പ്രഭുവിൻ്റെ മക്കൾ. അപ്പോൾ ഞാനത് സെർച്ച് ചെയ്തു. അതിനകത്ത് ബാക്ക്ഡ്രോപ്പിൽ ഒരു ചെറിയ മുഖം, എന്നിട്ട് മുണ്ട് ഇങ്ങനെ കുത്തി ഒരു പെൺകുട്ടിയെ നോക്കുന്നു. കട്ട് ടു ദാറ്റ് സീൻ. ആദ്യത്തെ ഷോട്ട്, ഐ വോണ്ട് ടു നോ വാട്ട് ഇറ്റ് വാസ് ലൈക്ക് ഫോർ യു. കാരണം ഇത് ഒരു 10 വർഷത്തെ വളർച്ചയാണ്. ഫ്രം 2012 to 2022. അതിന്റെ ഇടയ്ക്ക് എവിടെയോ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. 2017 മായനദിയുടെ ഷൂട്ട് നടക്കുന്ന സമയത്തായിരുന്നു മീറ്റ് ചെയ്തത്. അപ്പോൾ ഇത് 2012 ആദ്യത്തെ സീൻ ഒന്ന് എനിക്ക് പറയാം, എന്താ സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ ദാറ്റ് ഡേ? 2012 എനിക്ക് ഓർമ്മയുണ്ട്. അത് ഒരു റിലീസായതാണ് കേട്ടോ ഒക്ടോബറിൽ. എൻ്റെ ഞാൻ ആദ്യമായിട്ട് മൂവി ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് 2012 Jan 28 രാവിലെ 9:30 തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ. എൻ്റെ ക്യാരക്ടർ ചെഗുവേര സുധീന്ദ്രൻ എന്നുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതിന് അപ്പോൾ ആ ക്യാരക്ടർ ക്ലാസ്സിലേക്ക് കയറി വന്നിട്ട് ക്ലാസ്സിലെ പിള്ളേരോടെല്ലാവരും ഈ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന, അതായത് സമരം ചെയ്യാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന ഒരു സീനായിരുന്നു അത്. അന്ന് ഡയലോഗുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അത് സിനിമയിൽ സോഷ്യലിസം വന്നാൽ എന്ന് തുടങ്ങുന്ന ആ പാട്ടിനകത്തുള്ള ഒരു ബിറ്റായിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യം അത് സിനിമയുടെ ലെങ്ത് പിന്നെയും കൂടുന്നുള്ള അവിടെ ഒരു ഡയലോഗ് പീസ് ഉണ്ടായിരുന്നു. അത് പക്ഷെ ആ ഡയലോഗ് പറയാനുണ്ടായിരുന്നു. ഓ ഞാൻ പറഞ്ഞു പഠിച്ച് കാര്യം ആദ്യമായിട്ട് ക്യാമറ മുമ്പ് നിൽക്കുന്നതല്ലേ, ഇത്ര ആൾക്കാർ നിൽക്കുകയാണ്, നമ്മൾ തെറ്റ് കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടുമാണ്, എനിക്ക് ചമ്മലുമാണ് എന്നുള്ള കാരണം കൊണ്ട് അങ്ങനെ ഭയങ്കര ഞാൻ ആദ്യം ഭയങ്കര നെർവസൊക്കെ ആയിരുന്നു. പക്ഷെ അന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അധികം ടേക്സ് എടുത്തിട്ടില്ല. അത് 1-2 ടേക്സ് എടുത്തിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അത്രയും പഠിച്ചിട്ടാണ് പോയത് ഒന്നാമത്. അപ്പോൾ അതിൻ്റെ മോഡുലേഷനോ എന്തെങ്കിലും മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് റീടേക്ക് എടുക്കേണ്ടി വന്നു. ഡയലോഗ് തെറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇത്ര ആൾക്കാർ ചുറ്റും നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാൻ നമ്മൾ പെട്ടെന്ന് ഭയങ്കര ഇൻസെക്യൂർ ആവും എന്നാണ്. പക്ഷെ ആക്ച്വലി അല്ല.
എനിക്ക് തോന്നുന്നു അതാണ് പെർഫോമിങ് ആർട്ടിസ്റ്റുകളുടെ ഒരു ഹൈ എന്ന് തോന്നുന്നുണ്ട്. ഇത്തരം പേര് നോക്കി നിൽക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ആണ്. അപ്പോൾ അതിനിങ്ങനൊരു ക്യാമറ ഉണ്ട്, മൂവി ക്യാമറ ഉണ്ട്, നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഡയറക്ടർ ഉണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒരു വാലിഡേഷൻ അതാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ഒപ്പം നമുക്ക് എവിടെ നിന്നും ഒരു കോൺഫിഡൻസ് വരും. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറയുടെ മുമ്പിൽ ചെയ്യുന്ന പല കാര്യങ്ങളും പുറത്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഭയങ്കരമായിട്ട് ചമ്മൽ വരും എനിക്ക്. പക്ഷെ അന്നാണ് ഞാൻ അത് തിരിച്ചറിഞ്ഞത്, ഓക്കെ ഇവിടെ എനിക്ക് പലതും ചെയ്യാൻ പറ്റും, പുറത്ത് ചെയ്യാൻ പറ്റാത്ത പലതും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ഫസ്റ്റ് അതിൽ നിന്നിപ്പിലാണ്. ടോബി റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം കൂടി കത്തിയത്. നമ്മൾ റെസ്പോൺസിബിൾ ആസ് യു ഗ്രോ അതിനെ കുറിച്ച് പറഞ്ഞു. അപ്പം നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റി ഇസ് നോട്ട് ജസ്റ്റ് ടുവേർഡ്സ് യുവർ പ്രൊഡ്യൂസർ, പക്ഷേ ഒരു വലിയ ഒരു ഏജ് ഗ്രൂപ്പ്, അത് വളരെയധികം ഇംപ്രഷനബിൾ ആയിട്ടുള്ള എൻ്റെ മോൻ ഹൂസ് 10 years old is a huge fan of yours. You have 15-year-olds, you have 25-year-olds, 30, ആ ഏജ് ഗ്രൂപ്പ്, അങ്ങനെ ആ ഇംപ്രഷനബിൾ ഏജ് ഗ്രൂപ്പ് ഒരു വലിയ ഫാൻ ഫോളോയിങ്. ഇപ്പോൾ ഓഫ്കോഴ്സ് നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും വളരെയധികം ഒബ്സർവ് ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പും കൂടി ആകുമ്പോൾ ഒത്തിരി അധികം കെയർഫുൾ ആയിരിക്കണം എന്ന് എനിക്ക് ആസ് ആക്ടേഴ്സ്, ആസ് പീപ്പിൾ ഇൻ ദ പബ്ലിക് സ്പെയർ നമ്മൾ വളരെ റെസ്പോൺസിബിൾ ആവണം എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പേഴ്സണലി ഒബ്സർവ് ചെയ്ത കാര്യമാണ് ടോബി. ടെൽ മീ ഇഫ് ഐ എം റൈറ്റ് ഓർ റോങ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ടോബിയുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളുടെ ഒരു 0.01% പുറത്ത് വരുന്നുള്ളൂ ഔട്ട് ഓഫ് 100%. അതിൽ ഞാൻ ഒന്ന് കണ്ടത് ഫ്ലഡ്സിൻ്റെ സമയത്ത് ദ വേ യു വെൻറ്റ് ഔട്ട് ഓപ്പറേറ്റഡ്. എനിക്ക് ഐ നോ ദാറ്റ് ഇതൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റിയുടെ കൺസേൺ വെച്ചിട്ടാണ് ടോബി ചെയ്തതെന്ന് ഐ എം സർട്ടൺ അബൌട്ട് ഇറ്റ്. അതുപോലെ തന്നെ ടോബി പലപ്പോഴും റിയാക്ട് ചെയ്ത കാര്യങ്ങൾ, ഇപ്പം റിലീജിയൻ, മതത്തിൻ്റെ പേര് ചേർത്ത് പേരിൻ്റെ കൂടെ ആ ഒരു ചായവ് വരുന്നത് പലപ്പോഴും റിയാക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ മുഴുവനോടെ തുറന്ന് പറഞ്ഞിട്ടുമില്ല. എപ്പോഴും ഒരു പുൾ ബാക്ക് ചെയ്യണം, അതിലൊരു ഫീലിംഗ് ദാറ്റ് പല കാര്യങ്ങളും ഉള്ളിലുണ്ട്. നമ്മൾ കാണുന്ന ടോബി അല്ല, വളരെയധികം ഇൻറ്റൻസും ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ കാണുമ്പോൾ വളരെ ഈസി ഗോയിങ് മട്ട് എല്ലായിടത്തും ആണെങ്കിൽ തന്നെയും ഐ ഫെൽ ദാറ്റ് there needs to be more of you and that comes out. പലപ്പോഴും റിസ്ട്രെയിൻ ചെയ്യുന്ന ഒരു ഫീലിംഗ്. റിസ്ട്രെയിൻ ചെയ്യുന്നതിന് കാരണമുണ്ട്. ഇപ്പോൾ എങ്ങനെയാ പറഞ്ഞുതരാം, ഞാൻ ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞാൻ ആരോടെങ്കിലും പറയുമ്പോൾ അത് അവർക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ എപ്പോഴാണോ അത് ചിന്തിച്ചു തുടങ്ങിയത്, ഏത് മാനസികാവസ്ഥയിലാണോ അല്ലെങ്കിൽ ഏത് മാനസിക വളർച്ചയിലാണോ ഞാനത് ചിന്തിച്ചു തുടങ്ങിയത്, അത്രയോ അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് അത് പറഞ്ഞാലേ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അല്ലാത്തവർ ഇപ്പം ഞാനെങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുക, എനിക്കതിൻ്റെ റീസണുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു റീസൺ വെച്ചിട്ടല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫൈറ്റ് തോറ്റു പോകും. ഞാൻ ചക്ക എന്ന് പറയുമ്പോൾ ചുക്ക് എന്ന് ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന് പിന്നെ ചില സമയത്ത് നമ്മളാണെങ്കിൽ എന്തിനാ പറഞ്ഞിട്ട് എന്താണ്, ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നുണ്ടോ, അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ അത് പിന്നീട് അത് വളച്ചൊടിക്കപ്പെടും, അത് വെട്ടിക്കഷ്ണങ്ങളാക്കിയിട്ട് വേറെ അർത്ഥത്തിൽ വരും. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്തകൾ, ഞാനും മൂസിൻ പരാരിയും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് പറയാറുണ്ട്, നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല, മുഴുവനും പുറത്ത് പറയേണ്ട കാര്യമില്ല. കാര്യം ആ കേൾക്കുന്നതിന് അത് ഉൾക്കൊള്ളാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടാവണം. അല്ലെങ്കിൽ വിപരീത ഗുണമുണ്ടാകും. അത് എനിക്കെന്നുള്ളതല്ല, സൊസൈറ്റിക്ക് വിപരീത ഗുണം ഉണ്ടാകുക. ഞാൻ കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, അത് അറിയാം സിനിമയിലുള്ള കാരണം കൊണ്ട് അത് ഭയങ്കര ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു മീഡിയമാണ് സിനിമ. അപ്പോൾ സിനിമയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എനിക്കത് കാരണം കൊണ്ട് തന്നെ എന്നെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്നതിനോട് എനിക്ക് യാതൊരു മതിപ്പില്ല, യാതൊരു താല്പര്യമില്ല. കാരണം ഇപ്പോൾ ഞാൻ പല തരം ക്യാരക്ടേഴ്സ് ചെയ്യും. അപ്പോൾ സിനിമയിൽ ഞാൻ ചിലപ്പോൾ വില്ലൻ വേഷമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വില്ലനീസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിന് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യും, അതിനെ ആൾക്കാർ അനുകരിച്ചാൽ അത് എൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നൊരു ബാഡ് ഇൻഫ്ലുവൻസ് ആയിരിക്കുമല്ലോ. അത് പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ഇമിറ്റേഷൻ, എന്നെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്നെ അങ്ങനെ ഒരു റോൾ മോഡലായിട്ട് എടുക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് സിനിമയിൽ കാണുന്നത് തന്നെ. അല്ലാത്തപ്പോൾ ഓഫ് സ്ക്രീനിൽ ഞാൻ പരമാവധി എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. എൻ്റെ മനസ്സിലുള്ള എൻ്റെ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു ശതമാനമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ ചെറിയൊരു ഫിലോസഫർ സൈഡും ഉണ്ട്. അത് പറഞ്ഞാൽ എനിക്ക് വട്ടാണെന്ന് പറയും ആൾക്കാർ പല കാര്യങ്ങളും. അത് ഞാനിത്തിരി നോർമാലിറ്റിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു, അത് കാരണം കൊണ്ടാണ്.
ടോവി അതുപോലെ തന്നെ ഈ സക്സസ് എന്ന് പറഞ്ഞൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. യു സറൗണ്ടഡ് ബൈ പീപ്പിൾ ഹു വിൽ ഓൾവേസ് സേ യെസ് ടു യു. ഓക്കെ, എപ്പോഴും എന്താ പറയുക, പുകഴ്ത്തി പറയാനും പൊക്കി കൊണ്ടുപോകാനും മാത്രമേ ഉള്ള ആൾക്കാർ. ഫീമെയിൽ ഫാൻ ഫോളോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹൂസ് എ സൂപ്പർമാൻ ഓഫ് കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ടോവിനോ തോമസിന്റെ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ കണ്ടത്. അതെങ്ങനെയാണ് ഗൂഗിളിൽ അങ്ങനെ വരുത്തിക്കുന്നത്? സൂപ്പർമാൻ ഓഫ് കേരള. ഓക്കെ, അല്ല അതെങ്ങനെ ഗൂഗിളിൽ എങ്ങനെയാ അങ്ങനെ? ഞാൻ സെർച്ച് ചെയ്തപ്പോ മെറ്റീരിയൽ റിസർച്ച് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഞാൻ കണ്ടതാണ് ഹൂ ഇസ് സൂപ്പർമാൻ ഓഫ് കേരള. കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ അത് എന്താണ് അതിന്റെ പ്രോസസ്? അങ്ങനെ വെരി ഇൻട്രസ്റ്റിംഗ്. സോ ഈ ഒരു ഫുൾ ബബിളിനകത്ത് നമ്മൾ നിൽക്കുകയാണ്. ആൻഡ് ദിസ് ബബിൾ ഇസ് ഐ തിങ്ക് ക്രേസി ബബിൾ ദാറ്റ് യു ആർ ഇൻ. പിവറ്റ് എന്താണ്? ഹൂ ഇസ് ദാറ്റ് സെന്റർ പോയിന്റ്? വാട്ട് ഇസ് ദാറ്റ് സെന്റർ പോയിന്റ് ദാറ്റ് ഇസ് ഗോയിങ് ടു കീപ് യു ഗ്രൗണ്ടഡ്? കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഗ്രൗണ്ടഡ് അല്ലെങ്കിൽ നമുക്കൊരു പിവറ്റ് ഇല്ലെങ്കിൽ എല്ലാം തകരാറ്. സോ ഫാമിലി ഫ്രണ്ട്സ് ഫാമിലി അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് കാട്ടിലേക്ക് പോകുന്നത്. കാട്ടിൽ നിന്ന് കുറേ പിക്ചേഴ്സ് ഒക്കെ കാണും. ഞാൻ ഇത് എവിടെയാണ് ഇത്? അതിനെ കുറിച്ച് പറയും. ടെൽ മീ അബൌട്ട് ദിസ് എസ്കേപ്പേഡ്സ് ദാറ്റ് യു ഹാവ് വിത്ത് എ ബഞ്ച് ഓഫ് ബോയ്സ്. ഇത് ഭയങ്കര കുശുമ്പ് തോന്നാറുണ്ട്. ടെൽ മീ അബൌട്ട് ഇറ്റ്. അല്ല, ബഞ്ച് ഓഫ് ബോയ്സ് മാത്രമല്ല, ഞാൻ ചിലപ്പോൾ എൻ്റെ ഫാമിലി മൊത്തമായിട്ടും ഇത്തിരി ഐസൊലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ചില ഐലൻഡ് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഇത്തിരി ഐസൊലേറ്റഡ് ആയിട്ടുള്ള കാര്യം. അതിന് ഒരു കാരണം എന്ന് വെച്ചാൽ അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ബാക്കിയുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ സമയമില്ല. ഞാനൊരു സിറ്റിയിലെ ഒരു ഹോട്ടലിൽ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് താമസിക്കുകയാണെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന വേറെ ആൾക്കാർ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിക്കുകയോ എന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാനൊരു സിനിമ നടനാണ്, അവർ നമ്മളോട് ഔട്ട് ഓഫ് ദെയർ ലവ് ആണ് വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അവരോട് അതേ സ്നേഹം തിരിച്ചു കൊടുക്കാനുള്ള കാര്യം, അങ്ങനെയൊക്കെ വളരെ ചെറിയ ചെറിയ ജസ്റ്റിസിൽ കൂടെ എനിക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കാര്യം ഞാൻ അത്രയും അൺകണ്ടീഷണൽ ലവ് നാട്ടുകാരെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും കൂടെയുള്ള സമയത്ത് വല്ലപ്പോഴാണ് അവരോട് ഇരിക്കുന്നത്. ആ സമയത്ത് എനിക്ക് മുഴുവനായിട്ട് ഞാൻ അവരുടെ കൂടെ തന്നെ ആവണം. ഫോൺ പോലും മാറ്റി വെച്ചിട്ട് ഞാൻ ഇവരുടെ കൂടെ ഇരുന്നിട്ട് സംസാരിക്കും. നമ്മളെന്തെങ്കിലും ഊനോ കാർഡൊക്കെ കളിക്കും, ലൂഡോ കളിക്കും. അത് സിമ്പിളസ്റ്റ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഈ കാട്ടിലൊക്കെ പോയിരുന്നു വെറുതെ എനിക്കൊരു ബൈനോക്കുലറൊക്കെ ഉണ്ട്, ചെറിയ പക്ഷി നിരീക്ഷണം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഐ നേച്ചറലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെറിയൊരു പൂമ്പാറ്റയാണെങ്കിലും ഒരു വണ്ടാണെങ്കിലും ഒരു പുഴുവാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്തതാണെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അതിനകത്ത് ഇട്ടാൽ അതിനകത്ത് നമുക്ക് സജഷൻസ് വരും. ഇത് ഏത് പെർട്ടിക്കുലർ സ്പീഷീസ് ആണ്, അതിനകത്ത് ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. ഞാൻ അതൊക്കെ വായിച്ച് പഠിച്ചതൊക്കെയാണ്. അതൊക്കെ എൻ്റെ വേറെ ഒരു ട്രിപ്പ്. അതാണ് എനിക്ക് അതിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ ഫ്രണ്ട് ഋഷി എന്ന് പറഞ്ഞിട്ട്, നീലവെളിച്ചത്തിൻ്റെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തേക്കുന്ന ഋഷിയാണ് എന്നെ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിന് മുമ്പേ എനിക്ക് നേച്ചുറലിസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ പക്ഷി നിരീക്ഷണം, നമ്മൾക്ക് പറയുമ്പോൾ അത് ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നും. പക്ഷി നിരീക്ഷണം തോന്നും, ഭയങ്കര ട്രിപ്പിയാണ്, അഡിക്ഷനാണത്. നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇതാരെങ്കിലും കണ്ടാൽ കളിയാക്കുമെന്ന്. കാര്യം ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. ഇതിൻ്റെ ഒരു ഹൈ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കലപില എന്ന് പറഞ്ഞിട്ട് കുറേ ശബ്ദം കേൾക്കൂലേ. ഇത് ഒരു കിളിയുടെ കൂട്ടമല്ല, അല്ലെങ്കിൽ ഒരേ ടൈപ്പ് കിളിയുടെ കൂട്ടമല്ല, 100 കണക്കിന് കിളികൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മതി. നമ്മൾ നോക്കൂല, നമ്മൾ മൊത്തം എല്ലാ ദിവസവും ഉള്ളതല്ലേ പിന്നെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോവും. എനിക്കൊരു ഓഫ് ഡേ കിട്ടുന്ന സമയത്ത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നോക്കും. ഇതിൽ മെയിലിന് വേറെ കളറായിരിക്കും, ഫീമെയിലിന് വേറെ കളറായിരിക്കും. ചിലപ്പോൾ മെയിലിൻ്റെ ടെയിൽ ലോങ് ആയിരിക്കും, ഇപ്പോൾ ചിലതിൻ്റെ ഈ ബീക്കിൻ്റെ കളർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. പക്ഷേ എനിക്കിപ്പോഴും ഒരു നേച്ചുറലിസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അത്രയും അങ്ങനെ എക്സ്പീരിയൻസ്ഡ് അല്ല. കണ്ട ഉടനെ ഇത് മറ്റേ ഇപ്പോൾ എനിക്ക് കാക്കേനെയൊക്കെ പറയാൻ പറ്റും, അല്ലാത്ത കിളികളെയൊക്കെ. I think this is amazing and I couldn't even imagine you in such a situation. അപ്പോൾ ഈ ഊണോ കാർഡിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ നമുക്കൊരു ചെറിയ കാർഡ് ഗെയിം ആവാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഊഞ്ഞാൽ, നമ്മുടെ സ്പെഷ്യൽ സെക്ഷനിലേക്ക് നമ്മൾ ടൊവിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് പിടിച്ചെത്തി. ടൊവി, ഇതൊരു ചെറിയ കാർഡ് ഗെയിം. ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. ഇതിനകത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ കാർഡാണ്. ഷീ ഹാസ് ഡിസൈൻഡ് ഇറ്റ്. ഹർ നെയിം ഇസ് വാനസ. ആൻഡ് ഈ ഒരു കാർഡിൽ നിന്ന് ഏത് വേണമെങ്കിലും എടുത്തോളൂ. അതെ അതെ, ടോയ് തന്നെയാണ് തത്ത. അപ്പോൾ ഇതിൽ നിന്ന് ജസ്റ്റ് ഹാവ് ടു പിക്ക് അപ്പ് വൺ കാർഡ്. ആൻഡ് ആ കാർഡിൽ എന്ത് എഴുതിയിട്ടുണ്ടോ അത് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ മനസ്സിൽ എന്ത് വരുന്നു, അത് എന്ത് വേണമെങ്കിലും ആവാം. എക്സ്പീരിയൻസസ് ആവാം, അനക്ഡോട്ട്സ് ആവാം,
memories are, whatever comes to your mind. Okay. You just have to randomly share it with me. Okay. And experiences would be wonderful. Appa, any card. മഞ്ഞെടുത്ത ഇൻറ്റൻസ്. Intense. ഞാൻ ഉപയോഗിച്ച വാക്കാണ് ഷോയില്ല. ഇൻറ്റൻസ്. സിനിമയോടുള്ള എൻ്റെ സ്നേഹം ഭയങ്കര ഇൻറ്റൻസ് ആണ്. അതായതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ലൈഫിൽ സിനിമയല്ലാതെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. ആസ് ഓഫ് നൗ ഇനി മാറില്ല. തോമസിന്റെ മകൻ ഒത്തിരി സിനിമ കണ്ടു വളർന്നാണ്. പിന്നെ എവിടെ ഒത്തിരി സിനിമ കണ്ടു വളർന്നതാണ്. കാര്യം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടെന്ന്. നമ്മൾ ഈ പൊതുവെ മലയാളികൾ ഭയങ്കരമായിട്ട് സിനിമ കാണുന്ന ആൾക്കാരാണ്, എല്ലാ ഭാഷയിലുള്ള സിനിമയും. അപ്പോൾ എൻ്റെ ഈ സിനിമയോടുള്ള ഇഷ്ടത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടാനുള്ള കാരണം ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ സിനിമ കാണുന്ന ആൾ ആണ് എന്നുള്ളതാണ്. എല്ലാ വീക്കെൻഡും അപ്പനൊരു വീഡിയോ കാസറ്റ് റെൻ്റ് ചെയ്തുകൊണ്ട് വരും. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലുണ്ട്. ഫ്രൈഡേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാറ്റർഡേയും സൺഡേയും, ഇപ്പോൾ ഫ്രൈഡേ ഞങ്ങൾ രാത്രി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാണുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും കാണുക. ഞാനും ചേട്ടനും വീണ്ടും കാണാം സിനിമ 1-2 തവണയും കൂടെ, എന്നിട്ടാണ് മൺഡേ അത് റിട്ടേൺ ചെയ്യുക. പക്ഷേ അത് മാത്രമല്ല, വൈകുന്നേരം 4 മണിക്ക് ദൂരദർശനിൽ സിനിമ ഉണ്ടാവും, മലയാളം സിനിമ. ഇത് കൂടാതെ ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി ഹിന്ദി സിനിമകളുണ്ടാവും. പിന്നെ ഇടയ്ക്ക് DD1 ഭയങ്കര രസമുള്ള നസറുദ്ദീൻ ഷാൻ്റെ ഒക്കെ സിനിമ ഞാൻ ആ സമയത്ത് കണ്ടുകൊടുക്കുന്നുണ്ട്. അതുപോലെ ഭയങ്കര രസമുള്ള ആർട്ട് സിനിമകളുണ്ടാവും DD1 DD2 ചില സമയത്ത്. എനിക്ക് എക്സാക്ട് ടൈമിങ്സ് ഓർമ്മയില്ല. ഇതുപോലെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ, അതും സിനിമയാണ്. സ്പെഷ്യൽ ഒക്കേഷൻസിൽ നമ്മൾ സിനിമ കാണാൻ പോവുക എന്നുള്ളതാണ്, അത് തിയേറ്ററിൽ. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയൊക്കെ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ, എൻ്റെ ചേട്ടൻ ജനിക്കുന്നതിന് മുമ്പേ, എൻ്റെ ചേച്ചി ജനിക്കുന്നതിന് മുമ്പേ എല്ലാ ആഴ്ചയും തിയേറ്ററിൽ തന്നെ പോയി കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇരിങ്ങാലക്കുടയിൽ എന്ന് പറഞ്ഞാൽ കുറേ തിയേറ്റേഴ്സ് ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ചാലക്കുടി വരെ പോയി കഴിഞ്ഞാൽ പിന്നെയും കുറേ തിയേറ്റേഴ്സ് ഉണ്ട്. തൃശ്ശൂർ വരെ പോയി കഴിഞ്ഞാൽ പിന്നെയും കുറേ തിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനും അപ്പനും അമ്മയും ചേട്ടനും ചേച്ചിയും കൂടെ തന്നെ കുറേ തവണ, ഇപ്പോൾ ഒരു ക്രിസ്മസ് ആണ് അല്ലെങ്കിൽ ഓണമാണ്, എന്തെങ്കിലും ഒരു റിലീസ് ആ സമയത്ത് ഉണ്ടാവുമല്ലോ, ഫെസ്റ്റിവൽ റിലീസ്. അതിൽ 2-3 ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2 ദിവസമായിട്ട് 2 കാണും. ഇവർ അപ്പനും അമ്മയൊക്കെ ഞങ്ങളൊക്കെ ജനിക്കുന്നതിനേക്കാളും മുമ്പ് എവറി വീക്ക് പോയി കണ്ടുകൊണ്ടിരുന്നതാണ്. അതെങ്ങനെ നിന്നെന്ന് അറിയാമോ? ചേച്ചി ജനിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചിനെയും കൊണ്ട് സിനിമ കാണാൻ പോകും. കുറച്ച് കഴിയുമ്പോൾ കൊച്ചിനെ സീറ്റിൻ്റെ അടിയിൽ നിന്നൊക്കെ തപ്പി എടുത്തുകൊണ്ട് വരേണ്ടി വരും ഇവർ സിനിമയിലും. അപ്പോൾ അങ്ങനെയാണ് അത് മാറ്റി വീഡിയോ കാസറ്റിൻ്റെ ഇത് തുടങ്ങിയത്. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ ഒരു ന്യൂലി വെഡഡ് കപ്പിള് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത് സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടാ. അങ്ങനെയാണ് ഞങ്ങളുടെ. അതെ, അത് പ്രൗഡാണ്. അപ്പനിടയ്ക്ക് ഇങ്ങനെ പറയും, ആദ്യം തോമസ് വക്കലിന്റെ മോനാണ് എനിക്ക് അറിയപ്പെട്ടിരുന്നത്, എന്നിട്ട് ഓനോട് അപ്പൻ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ചേട്ടൻ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകളുള്ള ഒരാളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരിൽ ഒരാൾ എൻ്റെ ചേട്ടനാണ്. ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഇവിടെ ചേട്ടൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഫാമിലി, അതായത് അല്ല സന്തോഷം കൂടെ ഉണ്ടോ, അല്ലാണ്ട് സങ്കടം കൂടെ ഉണ്ടോ. അത് പുള്ളി എനിക്ക് പ്രീമിയം കാസ് ഉണ്ട്, ഒരു 3 ഉണ്ട്. ഞാൻ അതെടുത്ത് ഓടിക്കാൻ പറഞ്ഞാലും പുള്ളി അതൊന്നും വേണ്ട, അതിനെങ്ങനെ ഒരു സ്ക്രാച്ച് വീണാ, സ്ക്രാച്ച് വീണാൽ ഞാൻ നോക്കും, എൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എൻ്റെ വണ്ടി. അങ്ങനെയാണ്. അതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ പിള്ളേർക്കൊക്കെ ഒരു ബർത്ത്ഡേസിന് അവരുടെ പേരിൽ ഞാൻ ഡെപ്പോസിറ്റ് ഇടും. അപ്പോൾ ഒരു ദിവസം ഞാൻ ചേട്ടൻ്റെ കൊച്ചിൻ്റെ പേരിൽ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ഇട്ടപ്പോൾ പുള്ളി പറഞ്ഞു, തിരിച്ചെടുത്തേ, എന്നിട്ട് ഇത്ര എമൗണ്ട് ഇടുന്നേ, കാര്യം നിൻ്റെ കൊച്ചിന് എനിക്ക് അത്രേ തരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഷർട്ടും ടീഷർട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടുന്ന ആൾക്കാരാണ്. 1 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. ഞങ്ങൾ പക്ഷേ 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ ഭയങ്കര ഇടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് തുറന്ന് പറയുന്നു, ചേട്ടൻ്റെ സ്ഥാനത്ത് ഞാനും എൻ്റെ സ്ഥാനത്ത് ചേട്ടനും വരുന്നെങ്കിൽ ചേട്ടൻ എന്നോട് ചെയ്ത നല്ല കാര്യങ്ങൾ ഞാൻ ചേട്ടനോട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള എനിക്ക് സംശയമുണ്ട്. എന്നാൽ ഇങ്ങനൊരു ഡ്രാമ ഞങ്ങൾ നമ്മൾ ഇല്ല, സംസാരിച്ചിട്ടേ ഇല്ല. അതുപോലെ മാത്രമല്ല ഫാമിലി എന്ന് പറയുന്നത് ഞങ്ങളൊരു കൂട്ടുകുടുംബമാണ്. അപ്പം കൂട്ടുകുടുംബം ആയ കാരണം കൊണ്ട് തന്നെ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ ബാക്കി എല്ലാവർക്കും ചിലപ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സമയം വരുന്നിട്ടുണ്ടാവും. അത്
എനിക്ക് പക്ഷേ ഐ വാസ് അറ്റ് പീസ്. എനിക്ക് ഒന്നിനെ പറ്റിയും വേറെ ചിന്തിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെയാണ് ഞാൻ ഈ ഏറ്റവും കൂടുതൽ സമാധാനം ഈ ഇടക്കാലത്ത് അനുഭവിച്ചിട്ടുള്ളത്. പുറത്ത് ഈ സോഷ്യൽ സ്റ്റിഗ്മയൊക്കെ നടക്കുമ്പോൾ പോലും അപ്പൻ്റെയും അമ്മയുടെയും ചേട്ടൻ്റെയും ചേച്ചിയുടെയും നിങ്ങളുടെ ഫാമിലിയുടെയും ഒക്കെ കൂടെ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത്. ഞാൻ ജോലിക്ക് റിസൈൻ ചെയ്ത് വന്നിട്ട്, അതായത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ചേട്ടനാകെ 9,000 രൂപ കൊണ്ടാണ് ശമ്പളമുള്ളൂ. വളരെ താഴെ നിന്നാണ് പുള്ളി തുടങ്ങിയത്. ആ 9,000 രൂപയിൽ പകുതി എനിക്ക് വരും. പക്ഷേ ആലോചിച്ച് നോക്കണം, എനിക്ക് ചിലവുകളുണ്ടല്ലോ, ഷർട്ട് മേടിക്കണം, പാൻറ്റ് മേടിക്കണം, ഓഡീഷൻസിന് പോകണം, അത് വണ്ടിയിൽ പെട്രോൾ അടിക്കണം ഒക്കെ ഉണ്ട്. ചേട്ടനാണെങ്കിൽ ഭയങ്കര ഇപ്പോഴും അതെ, ഫാമിലി നോക്കുന്നത് മുഴുവൻ ചേട്ടനാണ്. ഫാമിലി മാൻ പുള്ളിയാണ്. എനിക്ക് പുള്ളി അത് പണ്ടേ പുള്ളി ഇത്തിരി എന്നെക്കാൾ ഇച്ചിരി കൂടെ ഒരു മെച്യൂരിറ്റി ഉള്ള ആളാണ്. പിന്നെ ഞാൻ പോർട്ട്ഫോളിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പ് കോഗ്നിസന്റിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു പോർട്ട്ഫോളിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അന്നൊരു നമുക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ഫോട്ടോഗ്രാഫർ സാബു ചേട്ടൻ, സാബു ആദിത്യൻ. അപ്പോൾ പുള്ളിക്കും ഈ പ്രോപ്സും ലൈറ്റ്സും എല്ലാം റെൻറ്റിനെടുക്കുകയൊക്കെ വേണം. അപ്പോൾ അതിനൊരു എക്സ്പെൻസ് ഉണ്ട്, ഒരു 15,000 എക്സ്പെൻസ് ഉണ്ട്. പക്ഷേ പുള്ളി എനിക്ക് ആയത് കാരണം കൊണ്ട് പുള്ളി സംസാരിച്ച് എങ്ങനെയും കുറപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5,000 രൂപ എന്നിട്ടും 10,000 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കത് വലിയ എമൗണ്ട് ആയിരുന്നില്ല. ഞാൻ ജോലി റിസൈൻ ചെയ്ത് വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ജോലി റിസൈൻ ചെയ്തത്. പിന്നെ ആ സിനിമയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അബ്സ്കോണ്ട് ചെയ്ത് വന്നിട്ടാണ് ഇതിൻ്റെ ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് തിരിച്ചു കിട്ടാനായിട്ട് 2 മാസത്തെ ശമ്പളം അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ആകെപ്പാടെ അക്കൗണ്ടിൽ നിന്ന് ഈ 20,000 തീർന്ന് 0 ആയിട്ട് വീട്ടിൽ വന്ന് റിസൈൻ ചെയ്തൊന്നും അപ്പൻ നീ എന്തെങ്കിലും കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്ന് റിസൈൻ ചെയ്തിട്ട് ഇറങ്ങുന്ന ആളാണ് ഞാൻ. അല്ലാണ്ട് അപ്പൻ സമ്മതിച്ചിട്ട് റിസൈൻ ചെയ്ത ആളല്ല. ചേട്ടൻ എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ചേട്ടനായിരിക്കും എല്ലാ കാര്യങ്ങളിലും. എൻ്റെ പ്രണയകാര്യങ്ങളിലാണെങ്കിലും അപ്പൻ്റെ അടുത്ത് അതെ അവനിഷ്ടമായി കഴിഞ്ഞാൽ അവനിഷ്ടമുള്ള ആളല്ലേ അവൻ കേൾക്കേണ്ടത്, ഏത് പ്രായമാണെന്ന് ആലോചിക്കണം. എൻ്റെ കൂടെ 1 വയസ്സ് മൂപ്പുള്ളൂ. അപ്പം അപ്പൻ വക്കീലാണല്ലോ. അപ്പൻ ഉത്തരം മുട്ടിട്ട് നീ മിണ്ടരുത്, നിനക്കത് തുടക്കം മുതൽ അറിയാമായിരുന്നു, നീ ഒരു വാക്ക് പറഞ്ഞില്ല, അല്ലാണ്ട് അപ്പൻ അതിന് കൗണ്ടർ ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഞങ്ങളൊക്കെ ഇച്ചിരി ഇമോഷണൽ ആൾക്കാരാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫാമിലി, ആക്ച്വലി നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് തന്നെ ഒരു കഥ എഴുതാം. ഞാൻ ആ ബോഡി ബിൽഡിംഗ് ഫോട്ടോഗ്രാഫ് കണ്ടിരുന്നു അച്ഛൻ്റെയും മകൻ്റെയും. അപ്പൻ്റെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയണ്ട. ചേട്ടൻ എന്നിട്ട് ഈ പോർട്ട്ഫോളിയോക്ക് ഉള്ള ഒരു 10,000 രൂപ ചേട്ടനും ഇല്ല. ചേട്ടൻ അന്ന് തുടങ്ങുന്ന സമയത്ത് ഇന്റേൺഷിപ്പിൻ്റെ സമയത്ത് ആകെ 3,000 രൂപ ശമ്പളമുള്ളൂ. അപ്പോൾ ആ സമയത്ത് പുള്ളി അപ്പൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എനിക്കൊരു 10,000 രൂപ വേണം പോർട്ട്ഫോളിയോ എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ചില സമയത്ത് ഒരു ഒറ്റബുദ്ധിയുണ്ട്, ഉച്ചഭ്രാന്തുണ്ടെന്നൊക്കെയാണ് എൻ്റെ കൂട്ടുകാരും വീട്ടുകാരും പറയാറുള്ളത്. ഒരു സാധനം കൂടെ വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ്. അതിന് നമുക്ക് പോസിറ്റീവായിട്ട് ആഗ്രഹം, പാഷനെ ഫോളോ ചെയ്തെന്നൊക്കെ പറയാം. പക്ഷെ നാട്ടിൻപുറത്തൊക്കെ അതിനെ ഉച്ചഭ്രാന്ത് അല്ലെങ്കിൽ ഒറ്റബുദ്ധി എന്നാ പറയാം. അപ്പോൾ അങ്ങനെ അതായതുകൊണ്ട് അപ്പനെ സംശയം ഇത് വല്ല നടപടിയാവുന്ന കേസാണ്. അപ്പോൾ ആയിരുന്നില്ല നീ അപ്പോഴെനിക്ക് കോഗ്നിസന്റിൽ ഞാൻ ഓൾറെഡി പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നീ അതിൻ്റെ കാര്യം നോക്കിയാൽ മതി, ഇതിൻ്റെ കാര്യം നോക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടന് ഫസ്റ്റ് മന്ത് സാലറി കിട്ടിയപ്പോൾ ചേട്ടൻ ആ സാലറിയും കൊണ്ടുവന്നു. അപ്പനിരിക്കുന്ന സമയത്ത് ബാക്കി ഇനി എത്ര വേണ്ടേ, എന്നാൽ 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് അതും കൂടെ ഞാൻ തരാം. ആകെ 3,000 രൂപ ചേട്ടന് കിട്ടിയ ശമ്പളം അതേപോലെ കൊണ്ട് എൻ്റെ കയ്യിൽ തന്ന് ബാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പൻ അവിടെ വന്നിട്ട് നീ തിരിച്ചു കൊടുത്തേ നിനക്ക് എത്ര വേണ്ട, 10,000 രൂപ അല്ലേ ഞാൻ തരാം. നീ ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് മനസ്സിലുണ്ട്, പക്ഷെ നിനക്ക് 10,000 രൂപ ഉണ്ട് ഞാൻ തരാം. ഞങ്ങളുടെ അപ്പനെ അറിയാമല്ലോ. അപ്പം ഭയങ്കര ഇമോഷണലി അത് ആ മൊമെൻറ്റിന് അപ്പനൊരു ഇമോഷണലി ആ ഫ്രെയിം കാണുള്ളൂ. അങ്ങനെ അപ്പൻ പൈസ തന്നിട്ടാണ് അത് പോർട്ട്ഫോളിയോ എടുത്തത്. പിന്നീട് ഞാൻ ചേട്ടൻ്റെ കൂടെ താമസിക്കുന്ന സമയത്ത് ചേട്ടനും എനിക്കും കൂടെ ജീവിക്കാൻ ചേട്ടൻ്റെ ശമ്പളം പോരാത്ത സമയത്ത് അപ്പൻ പരമാവധി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും എന്നോട് അറിയിക്കരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനും ചേട്ടൻ തമ്മിൽ യാതൊരു രഹസ്യങ്ങളുമില്ല. അത് എന്നോട് ഞാൻ അത് അപ്പോഴേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട തൽക്കാലം എന്ന് പറയാം. അപ്പനാണെങ്കിലും പ്രേമമൊക്കെ വീട്ടിൽ പറഞ്ഞ സമയത്ത് ആദ്യം ഭയങ്കര ഇതൊക്കെയായിരുന്നു. അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 2008 എന്നൊക്കെ പറയുമ്പോൾ ഞാൻ 19 വയസ്സ്. ഞാൻ അറിയിച്ചതല്ല, വേറെ വഴിക്ക് അറിഞ്ഞതാണ്. എന്നിട്ട് പിടിക്കപ്പെട്ട് എന്നിട്ട് കോടതി മുറി പോലെയാണ്. അപ്പനിവിടെ ഇരിക്കുന്നു, ചേട്ടനിവിടെ ഇരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു, അമ്മയും ചേച്ചി ഇപ്പുറത്തിരിക്കുന്നു. ഇവർ മറ്റേ കോടതിയിലെ കാഴ്ചക്കാർ, ചേട്ടൻ എൻ്റെ വക്കീൽ, അപ്പൻ ജഡ്ജി, ഞാൻ മറ്റേ പ്രതി. അങ്ങനെയാണ് ഇരിക്കുക. ഞങ്ങളുടെ അപ്പൻ്റെ ഓഫീസിലാണ് ഇരിക്കുന്നത് ഞങ്ങൾ. എല്ലാം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, അങ്ങനെ ഇപ്പം പിരിയുക എന്ന് പറയുന്നത് പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പൻ കുഴപ്പമില്ല നോക്കട്ടെ, ഇനിയിപ്പോൾ കല്യാണപ്രായമൊക്കെ ആവുന്ന സമയത്ത് ഇതുപോലെ തന്നെ അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു. ഇതും കഴിഞ്ഞിട്ട് എന്നെ ഒറ്റയ്ക്ക് വിളിച്ച് മാറ്റിയിട്ട് പുള്ളി ഒരു കാര്യം കൂടെ പറഞ്ഞു,
നിനക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് പകുതി സ്വത്ത് തരില്ല എന്ന് പറയുന്ന പോലത്തെ സിനിമയിൽ കണ്ട വില്ലനപ്പനൊന്നുമല്ല ഞാൻ. നീ ആരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും കല്യാണം കഴിക്കുന്ന അന്ന് മുതൽ അവൾ എൻ്റെ മോളാണ്. അത് ഡസൻ ചേഞ്ച്. പക്ഷേ നിൻ്റെ പ്രായം ഇതായത് കാരണം കൊണ്ട് നിനക്കൊരു തീരുമാനം എടുക്കാനുള്ള പക്വത ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാനിതിപ്പോൾ പറയുന്നത്. നീ വിഷമിക്കണ്ട. അപ്പോൾ ഇങ്ങനത്തെ അപ്പം ഞാൻ മറ്റേ ഇതൊക്കെ സിനിമയിലല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനി അപ്പം കുറേ സിനിമ കാണുന്നതുകൊണ്ടാണോ? അല്ല 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 ആക്ച്വലി അപ്പൻ്റെ ഭയങ്കര ഇമോഷണൽ ഒരാളാണ്. ഇമോഷണൽ ആളെന്ന് പറഞ്ഞാൽ കണ്ടാൽ പറയില്ല, കണ്ടെങ്ങനെ ഇരിക്കണേ. എൻ്റെ കൂട്ടുകാരൊക്കെ പണ്ടൊക്കെ വീട്ടിൽ വരുമ്പോൾ അവരോടൊക്കെ വെടിവിടും, എന്ത് ചെയ്യുന്നു അച്ഛൻ, ഓക്കെ ഓക്കെ, ഇങ്ങനെയൊക്കെ അപ്പൻ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്. ആക്ച്വലി അപ്പൻ കുശലം ചോദിക്കണതാ. അപ്പം ഇവർക്ക് വരുമ്പോൾ പേടിയാ, എന്താ പോലീസ് ചോദ്യം ചെയ്യണം, എന്താണെന്ന് ചോദിക്കേണ്ടത് കൂട്ടുകാർ. പക്ഷേ ഇത് അപ്പം തന്നെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ കല്യാണ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും കരഞ്ഞില്ലെങ്കിലും അപ്പനും ഏതെങ്കിലും കട്ടളപ്പടിയൊക്കെ പിടിച്ചിട്ടിങ്ങനെ തീർച്ചയായിട്ടും അതെ 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 അതെ. അമ്മയാണെങ്കിലും അമ്മ ഭയങ്കര പാവമാണ്, അധികം സംസാരിക്കുന്ന. അല്ല അമ്മ അങ്ങനെ പാവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒതുങ്ങി കൂടി അങ്ങനത്തെ പാവം എന്നല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറി ടെല്ലിങ് നേച്ചറിൽ അത് അമ്മയുടെ നേടിയിരിക്കുന്നത്. അമ്മ കംഫർട്ടബിൾ സ്പേസസിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന, നമ്മളുടെ കഥകൾ പറയുന്ന സമയത്ത് അതിലെ കഥാപാത്രങ്ങളെ, അതായത് റിയൽ ലൈഫ് കഥാപാത്രങ്ങളുടെ സംസാരത്തിൻ്റെ മോഡുലേഷൻ അനുകരിച്ചവരെ കാണിക്കുന്ന ആളാണ് അമ്മ. പക്ഷേ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഒതുങ്ങി. അപ്പോൾ എനിക്കുണ്ട് അങ്ങനത്തെ ഒരു നേച്ചർ, ഒരു ഒതുങ്ങുന്ന ഒരു ഷൈനസും പരിപാടിയൊക്കെ. അത് ചിലപ്പോൾ അമ്മയുടെ നിന്ന് കിട്ടിയതായിരിക്കും. ഞാൻ ഭയങ്കര അമ്മക്കുട്ടിയായിരുന്നു ചെറുപ്പത്തിൽ. അമ്മയ്ക്ക് ഞാൻ ജനിക്കുന്നതിനുള്ള ഡെലിവറി ഡേറ്റ് പറഞ്ഞിരുന്നത് 20th Jan ആണ്. ഞാൻ ജനിച്ചത് 21st ആണ്. അപ്പോൾ അന്ന് പോലെ പറയുന്നത് പുറത്തേക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അമ്മയുടെ അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു. ഞാൻ എൻ്റെ ബന്ധു വീടുകളിലൊക്കെ എൻ്റെ ചേട്ടനും ചേച്ചിയും പോയി നിൽക്കുന്ന സമയത്ത് ഞാൻ മാത്രം നിൽക്കില്ല, ഞാനിവിടെ ആയിരിക്കും, വീട്ടിൽ തന്നെ ആയിരിക്കും. ഞാൻ ഭയങ്കര ഇല്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ നിൽക്കുന്ന ആളാണ്. ഞാൻ ഇപ്പം വീട്ടിലേക്ക് പോകുന്നത് വല്ലപ്പോഴും ഒക്കെയാണ്. അവർക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും. ചേച്ചിയാണെങ്കിലും പണ്ട് ഭയങ്കര ഈ ചേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഞങ്ങൾ ഭയങ്കര അടിയായിരുന്നു. ഭയങ്കര അടിയെന്ന് പറഞ്ഞാൽ ചേച്ചി മാന്തും. എനിക്ക് ഇവിടെ ഒരു പാടുണ്ട്, ഒരു മുറിപ്പാട്. ചേച്ചി പണ്ട് മന്തിയേക്കണം. അപ്പോൾ ഞാൻ മുടി പിടിച്ച് വലിക്കും. അങ്ങനെയുള്ളൂ. ചേച്ചിയുടെ ആയുധം നാക്കുക. അപ്പോൾ ഞങ്ങളുടെ ആയുധം ചേച്ചിയുടെ മുടിയാണ്. ഇത് പിടിച്ച് വിളിച്ചാൽ ചേച്ചി ഇവിടെ ഇവിടെ അങ്ങനെ അതല്ലേ. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഞാനും ചേട്ടനും തമ്മിൽ പാക്ട് ഉണ്ടാക്കിയ പോലെ ഞാനും ചേച്ചിയും ചേട്ടനും തമ്മിൽ ഒരു പാക്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു സിബ്ലിങ്സിൻ്റെ ഒരു കോഡ് ഉണ്ടായിരുന്നു. TV റിമോട്ടിനെ വേണ്ടി തല്ലുണ്ടാക്കുമെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം. അതിനൊരു കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ ഞങ്ങൾക്കൊരു ചോക്ലേറ്റ് കിട്ടിയാൽ പോലും അത് ഇത്തരം ഒരു രൂപയുടെ എക്ലെയർ കിട്ടിയാൽ പോലും അത് കത്തിയെടുത്ത് 3 വിഭജിച്ച് 3 ആൾക്കും കൊടുക്കണം എന്നുള്ളത് ഒരു റൂളായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് എന്താണിത്, എനിക്ക് കിട്ടിയ ചോക്ലേറ്റ് അല്ലേ, ഇത് ഞാനല്ല കഴിക്കണേ ഞാൻ ചിന്തിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ ചോക്ലേറ്റ് ഞാൻ വിഭജിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടിയ ചോക്ലേറ്റ് അവർ എനിക്ക് വിഭജിച്ച് തരാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ ചോക്ലേറ്റ് കിട്ടും. അപ്പോൾ അത് പഠിപ്പിച്ചത് അപ്പനും അമ്മയും പണ്ട് തൊട്ടേ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ആയിരിക്കും ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഒരു ബോണ്ടിങ് അതിപ്പോഴും ഉണ്ട്. പക്ഷേ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെടാത്ത ജോലിയാണെങ്കിൽ നീ ഒരു മിനിറ്റ് പോലും അവിടെ നിൽക്കേണ്ട കാര്യമില്ല, നീ അവിടെ നിന്ന് ഇറങ്ങണം. ഇത് അപ്പനോട് ചെന്ന് സംസാരിക്കാനുള്ള ധൈര്യം ചേച്ചിക്കുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് തരേണ്ട റൈറ്റ് ഉപദേശം തരാൻ ചേച്ചിക്കൊന്ന് പറ്റിയിരുന്നു, ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ ലിഡിയും പിള്ളേരും എന്ന് പറഞ്ഞാൽ എഗെയിൻ എൻ്റെ ആങ്കർ അവർ തന്നെയാണ്. ഉറപ്പായിട്ടും അത് ഞാൻ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് അത്ര പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ആൾക്കാർ എന്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്നു അതാണല്ലോ. പക്ഷെ അതല്ലല്ലോ ശരിക്കുള്ള ജീവിതം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ടെൻഷനും വരും, പ്രഷറും വരും. അപ്പോൾ ഞാൻ പല സമയത്തും സ്ട്രെസ്ഡ് ആവുന്ന സമയത്തൊക്കെ ഇവർക്കൊക്കെ എൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാൻ പേടിയാണ്. ചിലപ്പോൾ ഞാൻ എൻ്റെ പ്രഷർ ഔട്ട്ലെറ്റ് ചിലപ്പോൾ അവരുടെ അടുത്തായി പോകും. ഞാൻ പരമാവധി അങ്ങനെ അല്ലാതെ ഇപ്പോൾ ലിഡിയ തന്നെ എൻ്റെ അടുത്ത് നിന്നാണ് പറഞ്ഞു, പണ്ട് എന്തായിരുന്നു ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിരുന്ന ഞാനാണ് ഇപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്നെ അന്നറിയാവുന്നവർക്ക് അതിനകത്തൊരു കൗതുകമുണ്ട്. ഞാൻ ഷോർട്ട് ടെമ്പേർഡായിരുന്നു, ഇപ്പം അല്ല, ഞാനത് മനഃപൂർവ്വം അത് മാറ്റുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ചിലപ്പോൾ ലിഡിയ ആയിരിക്കും. ഞാൻ മറ്റേ കാന്താരിയുടെ കലിപ്പനായിരുന്നു പണ്ട്. അത് വെച്ച് ടോക്സിക് ആയിരുന്നു. ഞാനത് അംഗീകരിക്കുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. കാരണം ഇപ്പോൾ എനിക്കറിയാം ഐ ഹാവ് ചേഞ്ച്ഡ്. അത് കാരണം പണ്ടത്തെ ഒരു തെറ്റുപറ്റിയാൽ തിരുത്തുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷെ അന്നത്തെ ആ കാലഘട്ടവും അന്ന് നമുക്ക് കിട്ടിയിരുന്ന ഫീഡും ഒക്കെ അതായിരുന്നു. അതിലൊരു ഹീറോയിസം ഉണ്ട് എന്നുള്ളതായിരുന്നു. അതാണ് മാച്ചോ മറ്റേ മറിച്ച് ആമ്പിള്ളേർക്ക് അറിയാൻ പാടില്ല, എന്ത് നമ്മൾ വൾണറബിൾ ആണെങ്കിൽ അത് എന്താണ് നമ്മളായിരിക്കുക എന്നുള്ളതാണല്ലോ. അതൊക്കെ ഇപ്പോഴാണ് നമുക്ക് ആ തിരിച്ചറിവുണ്ടാകുന്നത്. ഇത്രയും ചിന്തിക്കുന്നതൊക്കെ ഇപ്പോഴാണ്. പണ്ട് അങ്ങനെയൊന്നും ഇല്ല. പണ്ട് മറ്റേ ഈ പറഞ്ഞ പോലെ ഒറ്റ ബുദ്ധിയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ അപ്പോൾ ലിഡിയ ഈ പിള്ളേരെ ടേക്ക് കെയർ ചെയ്യാന്ന് പറഞ്ഞ് ചെറിയൊരു, പിന്നെ അവളും എഞ്ചിനീയറിങ് കഴിഞ്ഞാണ്, അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്.
ഇത് ഇങ്ങനൊരു സമയം വരുന്ന സമയത്ത് ഒന്നുകിൽ ഞാൻ പിള്ളേരെ ടേക്ക് കെയർ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അവൾ തന്നെ ടേക്ക് കെയർ ചെയ്യണം. അത് ഞാൻ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് അവൾ പിള്ളേരെ നോക്കും. അതുകൊണ്ട് പിന്നെ എൻ്റെ പ്രൊഫഷനിൽ ഇങ്ങനെ ഒരു ഇതായത് കാരണം കൊണ്ട് അവൾ ആ റെസ്പോൺസിബിലിറ്റി മൊത്തം ഏറ്റെടുത്ത് ചെയ്യുകയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ പറയും, നിനക്ക് ജോലിക്ക് പോകണമെങ്കിൽ പൊക്കോട്ടെ, ഞാൻ കുറച്ചാൾ വീട്ടിലിരിക്കാം, എനിക്ക് വീട്ടിലിരിക്കാൻ മതിയായിട്ട്, പിള്ളേരെ നോക്കും. ഞാൻ തമാശക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കളിയാക്കിയൊക്കെ പറയും, നിനക്ക് എന്ത് വേണം ഇവിടെ ചുമ്മാ ഹാപ്പി ആയിട്ട് പിള്ളേരുടെ കൂടെ ചില്ല് ചെയ്ത് ജീവിക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ എനിക്കറിയാം അത് എത്രത്തോളം എഫേർട്ടുള്ള കാര്യമാണെന്ന് ഞാൻ കാണുന്നതാണല്ലോ. പിന്നെ അങ്ങനെ ഒരു ഡ്രാമ സംസാരത്തിൽ നീ എത്ര നല്ലവൾ എന്നൊന്നും പറഞ്ഞ് എനിക്ക് എൻ്റെ ഭാര്യയോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ പറയുന്നുള്ളൂ. അവൾക്കും അറിയാം അത് ഞാൻ എന്താണ് മീൻ ചെയ്യുന്നുള്ളത്. അവളും കാണുന്നതാണ്. ഞാനും എനിക്ക് എൻ്റെ ഭാര്യയോട് ഏറ്റവും കൂടുതൽ പ്രേമം തോന്നിയിട്ടുള്ളത് അവൾ ലേബർ റൂമിൽ കിടക്കുകയും ഞാൻ പുറത്ത് നിൽക്കുകയും ചെയ്ത സമയത്താണ്. അതെനിക്ക് ഭയങ്കര ഒരു, ഞാൻ ഒട്ടും, ഞങ്ങൾ ഇസയുടെ സമയത്ത് അത് ഞങ്ങൾ പ്രേമിച്ച് കഴിഞ്ഞ് കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പിന്നെ അതൊരു ആ ഒരു ഇൻഫാച്വേഷൻ, ആ ഓക്സിറ്റോസിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഒരു കമ്പാനിയൻഷിപ്പാണ്, ഒരു അങ്ങനത്തെ ഒരു ബോണ്ടാണ്. പക്ഷേ ഈ 2016 ഞങ്ങൾ 2004 തൊട്ട് അറിയാവുന്ന ആൾക്കാരല്ലേ, 2016 ഇസ ഉണ്ടാവുന്ന അന്ന് എനിക്ക് പണ്ടത്തെ അതേപോലെ ഈ ഓക്സിറ്റോസിൻ റേസസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നി. എൻ്റെ ബ്രെയിനിൽ നിന്ന് ഓക്സിറ്റോസിൻ റിലീസ് ആവുന്നതിന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം തോന്നുന്നു, മിസ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ പഠിച്ച അലീന എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി, അപ്പോൾ അവൾ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ലേബർ റൂമിൽ കയറാൻ പറ്റില്ലായിരുന്നു ആ ഹോസ്പിറ്റലിൽ. സെക്കൻഡ് ടഹാൻ്റെ സമയപ്പോഴത്തേക്ക് ഞാൻ ലേബർ റൂമിൽ കയറിയായിരുന്നു. അപ്പോൾ ഞാൻ അലീനയുടെ അടുത്ത് പറഞ്ഞു, അലീന ഹംസമായിട്ട് നിൽക്കുകയാണ്. ഞാൻ അവളോട് അങ്ങനെ പറയണം, അവൾ പ്രശ്നമില്ലെന്ന്, ഞാൻ നിങ്ങളൊക്കെ പുറത്തുണ്ടെന്ന് പറയണം. അലീന ഓക്കെ എന്ന് പറഞ്ഞാൽ അലീന അകത്ത് പോയി പറയും. ലിഡിയ അവിടെ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അത് ഇച്ചിരി ഇസയുടെ സമയത്ത് ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലിഡിയ ആണെങ്കിലും ആലോചിച്ചു എത്രയോ ഞങ്ങൾ നമ്മൾ 2004 തൊട്ട് പരിചയമുള്ള ആൾക്കാരാണ്, ഒരുമിച്ച് പഠിച്ച. അപ്പോൾ എനിക്ക് ഇത്രയും കാലമായിട്ട് പരിചയമുള്ള ഒരാളായിട്ട് സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, ഒരു കമ്പാനിയൻഷിപ്പ്, അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനൊരു പ്രൊഫഷൻ ആയത് കാരണം കൊണ്ട് പുറത്തുനിന്ന് നോക്കി കാണുന്ന അത്രയും എളുപ്പമല്ല ഈ ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട്. അതായത് ലൊക്കേഷനിൽ നിന്നിട്ട് അവിടെ നിന്നൊരു ബ്രേക്ക് കിട്ടുമ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്, അല്ലാതെ വീട്ടിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് ലൊക്കേഷനിൽ പോകുന്നതല്ല. അപ്പോൾ ഒരു സാധാരണ ഫാമിലി ലൈഫ് പോലത്തെ ഒരു ഫാമിലി ലൈഫ് അല്ല, ചെറിയ ലോങ് ഡിസ്റ്റൻസ് പോലെയൊക്കെയാണ്. ഇപ്പോൾ അടുത്ത 4 മാസം ഞാൻ കാസർഗോഡാണ്. മോൾക്ക് സ്കൂളുള്ള കാരണം കൊണ്ട് ലിഡിയയ്ക്കും പിള്ളേർക്കും എൻ്റെ കൂടെ വന്ന് നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്ന് നിൽക്കാറുണ്ട് സ്ഥിരമായിട്ട്. അത് മനസ്സിലാക്കുക എന്ന് പറയുന്നതും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതും അത് വലിയ കാര്യമാണ്. അത് ലിഡിയയുടെ ഭാഗത്ത് നിന്ന് ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് സംഭവിക്കുന്നത്. പിന്നെ ഫോൺ വിളിക്കുകയാണെങ്കിൽ പോലും അങ്ങനെ എപ്പോഴെപ്പോഴും ഫോൺ വിളിച്ച് സംസാരിക്കുകയല്ല, എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലായിട്ട് സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ലിഡിയനും പിള്ളേരൊക്കെ മിസ് ചെയ്യുന്ന സമയത്ത് വീഡിയോ കോളിൽ വിളിച്ചിട്ട് നമ്മൾ കുറേ നേരം സംസാരിക്കും. പിന്നെ ഇസയാണ് ഏറ്റവും കൂടുതൽ എന്നെ വിളിക്കുക. ലിഡിയ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ ഇസയാണ്. ഇപ്പം ഇവനും തുടങ്ങിയിട്ടുണ്ട്, ടഹാനും തുടങ്ങിയിട്ടുണ്ട്, അവൻ ഇങ്ങനെ പറഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് ടഹാൻ എന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടെ, അവൻ കുഞ്ഞല്ലേ, അവൻ്റെ കൂടെ കുറേ സമയം ഉണ്ടായിട്ടുണ്ട്, 2 ലോക്ക്ഡൗണും ഒക്കെ ആയിട്ടും. പിന്നെ ആ സമയത്ത് ഇസയ്ക്കും ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അവർ എൻ്റെ കൂടെ കുറച്ച് ദിവസം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവൻ പകല് മുഴുവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്ത് പാബ്ലോ ഉണ്ട് ഞങ്ങളുടെ ബീഗിള്, പാബ്ലോൻ്റെ അടുത്ത് കൊണ്ടുപോകണം, മീനിനെ കാണാൻ പോകണം, കിളികളെ കാണാൻ പോകണം. അല്ല, എൻ്റെ വീട്ടിൽ കുറച്ച് ബേർഡ്സും ഒക്കെ ഉണ്ട്, കുറച്ച് ഒരു 19 പ്രാവും 60 ലവ് ബേർഡ്സും പിഞ്ചസും ഒരു 100 കോഴിയും പിന്നെ 5 പാരറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ കോന്യൂസ്, സൺ കോന്യൂർ ഒരെണ്ണമുണ്ട്, റെഡ് ഫാക്ടർ പൈനാപ്പിൾ കോന്യൂർ ഒരെണ്ണമുണ്ട്, ഒരു ക്രിംസൺ ബെല്ലീഡ് കോന്യൂർ ഉണ്ട്. അപ്പോൾ ഞാനതൊരു, പിന്നെ ഒരു ടർക്കോയ്സ് ബ്ലൂ ഗ്രീൻ ചീക്ഡ് കോന്യൂർ ഉണ്ട്, ഒരു യെല്ലോ സൈഡ് ടർക്കോയ്സ് കോന്യൂർ ഉണ്ട്. ഇതെല്ലാം ഒരു വലിയ കൂടാണ്. ആ കൂടെ ആക്ച്വലി അവരെ റെസ്ട്രിക്ട് ചെയ്യാനുള്ളതല്ല, അവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. അവർ മറ്റേ ക്യാപ്റ്റിവിറ്റിയിലാണത് ജീവിക്കുന്നത്. എനിക്ക് ഇനിയൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു കൂടുണ്ടാക്കില്ല, പകരം ഒരു കാടുണ്ടാക്കും. ഞാൻ കിളികളെ മേടിക്കില്ല, പകരം കിളികളെ ക്ഷണിക്കും. അതാണ് എൻ്റെ ഒരു പ്ലാൻ. താങ്ക്സ് സോ മച്ച് ടോബി. ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോ ചെയ്തപ്പോൾ അന്ന് ഞാൻ ടോബിക്ക് ഒരു മെസ്സേജ് ഇട്ടിരുന്നു, ടോബി വരുമോ എന്ന് ചോദിച്ചുകൊണ്ട്. വരാമെന്ന് പറഞ്ഞു. വരാമെന്ന് പറയാൻ മാത്രമല്ല, ഇന്ന ടൈമിൽ ഞാൻ എത്തും എന്ന് പറഞ്ഞ് രാവിലെ വേറെ ഒരു കല്യാണത്തിന് പോകണമായിരുന്നു. അപ്പോൾ രാവിലെ പുലർച്ചയ്ക്ക് ഒരു 7:30 മണിക്ക് എങ്ങാണ്ടാണ് വന്നത്.
ടോവിയുടെ കണ്ണൊക്കെ ഇങ്ങനെയായിരുന്നു തലേന്ന് എൻ്റെ കണ്ണ് പൊതുവേ ഇത്തിരി ചെറിയ പക്ഷെ കണ്ണാണ്. അന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതെനിക്ക് കാണായിരുന്നു. അത് പക്ഷേ ടോവിയുടെ വാക്ക് പാലിച്ചു. അത് റോബിയുടെ കല്യാണമായിരുന്നു. റോബി രാജ് സിനിമാറ്റോഗ്രാഫർ, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അന്ന് നമ്മൾ ചെയ്ത ഷോ ആണ്. അതിനുശേഷം ഞാൻ 5 വർഷത്തിന് ശേഷമാണ് ടോവിനെ കാണുന്നത്. ഇന്നും ഞാൻ ഇപ്പോൾ മെസ്സേജ് ചെയ്തപ്പോൾ ടോവി മറുപടി പറയും, ഈ ഒരു ഷോയിന് തുടക്കം കുറിക്കാൻ ടോവി എനിക്ക് സപ്പോർട്ട് നൽകിയതിന് എൻ്റെ ഹാർട്ട് ഫെൽറ്റ് താങ്ക് യു. മൈ പ്ലഷർ. ഓൾ ദി ബെസ്റ്റ്. Lovely talking to you, Toby. All the best for everything that's in the future. Yeah? അപ്പോൾ ഐ ആം അടിപൊളിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. Thanks.